പേടിപ്പിച്ച് വിറപ്പിക്കാനൊരുങ്ങുന്ന മമ്മൂട്ടിയോ, കളിച്ചിരികളുമായി എത്തുന്ന നിവിൻ പോളിയോ, അതോ പോലീസ് കുപ്പായം അണിയുന്ന ടൊവിനോയോ, ആരാകും ഫെബ്രുവരിയിൽ തിയേറ്ററുകളെ ഇളക്കിമറിക്കുക? ഇനി ഈ താരനിരയെ എല്ലാം വീഴ്ത്തി മഞ്ഞുമൽ ബോയ്സും പ്രേമലുവും ജനഹൃദയങ്ങളിൽ കുടിയേറുമോ? ഫെബ്രുവരിയിൽ മലയാളി കാത്തിരിക്കുന്ന ചിത്രങ്ങളും അതിനുള്ള കാരണങ്ങളും എന്തൊക്കെയാണെന്ന് ഒന്ന് എളുപ്പത്തിൽ നോക്കിയാലോ. ഫെബ്രുവരിയിൽ ആദ്യം എത്തുന്ന ബിഗ് റിലീസ് ടൊവിനോയുടെ അന്വേഷിപ്പിൻ കണ്ടെത്തുമാണ്. കൽക്കിക്ക് ശേഷം ടൊവിനോ പോലീസ് വേഷത്തിലെത്തുന്ന ചിത്രം പീരിയഡ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. 2023 അദൃശ്യജാലകങ്ങൾ, നീലവെളിച്ചം, 2018 എന്നീ ചിത്രങ്ങളാണ് ടൊവിനോയുടേതായി പുറത്തു വന്നത്. നീലവെളിച്ചം പരീക്ഷണ ചിത്രമായും അദൃശ്യജാലകങ്ങൾ സമാന്തര സിനിമയുമായാണ് സ്വീകരിക്കപ്പെട്ടത്. 2018 മലയാളത്തിലെ ഹയസ്റ്റ് ഗ്രോസറായെങ്കിലും ചിത്രം മൾട്ടി സ്റ്റാർ ആയിരുന്നു. പ്രളയം എന്ന പ്രമേയത്തിൻ്റെയും സാങ്കേതിക മികവിൻ്റെയും പേരിലാണ് വിജയം സ്വന്തമാക്കിയതെന്നുമാണ് വിലയിരുത്തലുകൾ. അതുകൊണ്ട് തന്നെ 2022 തല്ലുമാലയ്ക്ക് ശേഷം ടൊവിനോയുടെ തോളിലേറി ഒരു ചിത്രം തിയേറ്ററിലെത്തുന്നു എന്ന പ്രതീക്ഷ അന്വേഷിപ്പിൻ കണ്ടെത്തും നൽകുന്നുണ്ട്. നവാഗതനായ ഡാർവിൻ കുര്യാക്കോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന് തിരക്കഥയൊരുക്കുന്നത് ജിനു വി എബ്രഹാമാണ്. സമീപകാലത്ത് ഇറങ്ങിയ ഗരുഡൻ, നേര്, ഓസ്ലർ എന്നീ വ്യത്യസ്തമായ ത്രില്ലറുകളെ മലയാളി സ്വീകരിച്ച സ്ഥിതിക്ക് അന്വേഷിപ്പിൻ കണ്ടെത്തുവിനും സ്വീകാര്യത ലഭിക്കുമെന്നാണ് അണിയറ പ്രവർത്തകരുടെ പ്രതീക്ഷ. പ്രേമലുവാണ് ഫെബ്രുവരി 9 റിലീസാകുന്ന അടുത്ത ചിത്രം. നെസ്ലനും മമിത ബൈജുവും നായകരാകുന്ന സിനിമയുടെ അണിയറ പ്രവർത്തകരാണ് സിനിമ കാത്തിരിക്കുന്നവരുടെ പ്രധാന പ്രതീക്ഷ. ഭാവന സ്റ്റുഡിയോസാണ് നിർമ്മാതാക്കൾ. തണ്ണീർമത്തൻ ദിനങ്ങളും സൂപ്പർ ശരണ്യയുമൊക്കെ ഒരുക്കിയ ഹിറ്റ് സംവിധായകനായ ഗിരീഷ് ഷെഡിയാണ് പ്രേമലു ഒരുക്കുന്നത്. ടീനേജുകാരുടെയും യങ്സ്റ്റേഴ്സിൻ്റെയും കഥ പറഞ്ഞ് തിയേറ്ററിൽ ആളെ കയറ്റുന്ന ഗിരീഷ് ഷെഡി ഇത്തവണയും ഒരു ക്യൂട്ട് ലവ് സ്റ്റോറിയുമായി എത്തുമെന്നാണ് കരുതുന്നത്. പുതുതലമുറക്കിടയിൽ നെസ്ലനും മമിത ബൈജുവിനുള്ള ഫാൻ ബേസും സിനിമയ്ക്ക് മുതൽക്കൂട്ടായേക്കാം. ഈ രണ്ട് ചിത്രങ്ങളും കഴിഞ്ഞാൽ ഫെബ്രുവരി 15, 16 തീയതികളിലായി 4 പ്രധാന റിലീസുകളാണ് മലയാളികളെ കാത്തിരിക്കുന്നത്. അതിൽ ഹൈപ്പിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്നത് മമ്മൂട്ടി അവതരിപ്പിക്കുന്ന ഭ്രമയുഗം തന്നെയാണ്. ഫെബ്രുവരി 15 ചിത്രത്തിൻ്റെ റിലീസ്. വിധേയനും പലരി മാണിക്യത്തിനും പുഴുവിനും ശേഷം മമ്മൂട്ടി നെഗറ്റീവ് വേഷത്തിലെത്തുന്ന ചിത്രം കൂടിയാണ് ഭ്രമയുഗം. ഹൊറർ ജോണറിലുള്ള ചിത്രം ഭൂതകാലത്തിലൂടെ മലയാളിയെ വിറപ്പിച്ച രാഹുൽ സദാശിവൻ്റെ അടുത്ത ചിത്രമാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്നതും ഭ്രമയുഗത്തിൻ്റെ ഹൈപ്പിന് കാരണങ്ങളിൽ ഒന്നാണ്. സിനിമയുടെ ഓരോ പോസ്റ്ററും അതിലെ മമ്മൂട്ടിയുടെ ഗെറ്റപ്പും ഭാവങ്ങളും ഇപ്പോൾ ഒടുവിലായി ഇറങ്ങിയിരിക്കുന്ന സൗണ്ട് ട്രാക്കും കൂടിയായതോടെ തിയേറ്ററിലേക്ക് ഓടിക്കയറാൻ തയ്യാറാവുകയാണ് സിനിമാ പ്രേമികൾ. ടീസറിലെ മനക്കിലേക്ക് സ്വാഗതം എന്ന ഡയലോഗിനെ തിയേറ്ററിലേക്കുള്ള ക്ഷണമായി തന്നെയാണ് ആളുകൾ സ്വീകരിച്ചിരിക്കുന്നത്. പുഴുവിലും റോഷാക്കിലും നെൻപകലിലും കാതലിലും നടത്തിയ അഭിനയ പരീക്ഷണങ്ങളും കണ്ണൂർ സ്കോഡിലും ഓസ്ട്രേലിയയുമെല്ലാം കണ്ട മികവുള്ള വേഷങ്ങളും കഴിഞ്ഞ് ഇന്ത്യാവിൻ മാപ്പരും നടികരുടെ അടുത്ത വേഷപകർച്ചയ്ക്ക് കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ. മമ്മൂട്ടിക്കൊപ്പം അർജുൻ അശോകനും സിദ്ധാർത്ഥ ഭരതനും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളിയുടെ മടങ്ങിവരവിന് വഴിയൊരുക്കുമെന്ന് കരുതുന്ന ചിത്രമാണ് ഫെബ്രുവരി 15 തന്നെ റിലീസിനെത്തുന്ന മലയാളി ഫ്രം ഇന്ത്യ. ചിത്രത്തിൻ്റെ പ്രൊമോ വീഡിയോ തന്നെയാണ് പ്രതീക്ഷയ്ക്കുള്ള പ്രധാന കാരണം. മലയാളികളെ ഏറ്റവും ചിരിപ്പിച്ച പ്രൊമോ വീഡിയോ ആയിരിക്കും ഇത്. നിവിനും ഡിജോയും ലിസ്റ്റിനും കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. നിവിൻ പോളിയുടെ മോസ്റ്റ് കംഫർട്ടബിൾ ഏരിയ എന്ന് കരുതപ്പെടുന്ന ഫണ്ണി ചിയർഫുൾ കഥാപാത്രമായാണ് മലയാളി ഫ്രം ഇന്ത്യ എത്തുന്നത് എന്നതാണ് പ്രൊമോ തരുന്ന സൂചനകൾ. തുടർച്ചയായി 5ഓളം ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയം ഏറ്റുവാങ്ങിയ നിവിൻ മലയാളിയിലൂടെ മടങ്ങിവരുമെന്നാണ് ആരാധക പ്രതീക്ഷയും. ജനഗണമനയുടെ വലിയ വിജയത്തിന് ശേഷം ഡിജോ ജോസ് ആൻ്റണിയും ഷാരിസ് മഹമ്മൂദും ഒന്നിക്കുന്ന ചിത്രമാണ് എന്നതും കാത്തിരിപ്പിനുള്ള മറ്റൊരു കാരണമാണ്. പ്രൊമോയുടെ അവസാനത്തിലെ ഭാരതവും ഇന്ത്യയും ഒന്നാണെങ്കിലും നമുക്ക് ഇന്ത്യ മതി എന്ന ഡയലോഗ് സിനിമ പൊളിറ്റിക്കലാക്കാനുള്ള സാധ്യത കൂടി തുറന്നിടുന്നുണ്ട്. മഞ്ഞുമൽ ബോയ്സും തുണ്ടുമാണ് ഫെബ്രുവരി 16 എത്തുന്ന മറ്റു 2 ചിത്രങ്ങൾ. ചിദംബരം തിരക്കഥയെഴുതി സംവിധാനം ചെയ്യുന്ന മഞ്ഞുമൽ ബോയ്സ് തിയേറ്ററുകളിൽ ജാനമൻ പോലെ തന്നെ വിസ്മയം തീർത്തേക്കാം. ഒരുപാട് കഥാപാത്രങ്ങളുള്ള ചിത്രമാകുമെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചന. സൗബിനും ശ്രീനാഥ് ബാസിയും ഗണപതിയും അഭിരാമും ബാലു വർഗീസും തുടങ്ങി ഒരു പിടി അഭിനേതാക്കൾ ചിത്രത്തിലെത്തുന്നുണ്ട്. സുഷിൻ ശ്യാമിൻ്റെ സംഗീതമാണ് മറ്റൊരു പ്രതീക്ഷ. മഞ്ഞുമൽ ബോയ്സ് മലയാള സിനിമയെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് സുഷിൻ ഒരു അഭിമുഖത്തിൽ പറയുകയും ചെയ്തിരുന്നു. കുതന്ത്രം എന്ന പ്രൊമോ സോങ് ഇതിനോടകം തന്നെ ശ്രദ്ധ നേടിയിട്ടുമുണ്ട്. ഷൈജു ഖാലിദിൻ്റെ ക്യാമറയും പറവ ഫിലിംസ് എന്ന ബാനറും കാത്തിരിപ്പിനുള്ള കാരണങ്ങളാണ്. ബിജു മേനോൻ നായകനാകുന്ന തുണ്ട് പോലീസിനുള്ളിലെ ചില കഥകളാണ് പറയുക എന്നും സൂചന നൽകുന്നുണ്ട്. കോപ്പിയടിയാണ് സിനിമയിലെ പ്രധാന പ്ലോട്ട് എന്ന് വേണം കരുതാൻ. ഷൈൻ ടോം ചാക്കോയും തുണ്ടിൽ പ്രധാന വേഷത്തിലുണ്ട്. ബിജു മേനോൻ്റെ പെർഫോമൻസ് ആകും സിനിമയുടെ ഹൈലൈറ്റ്. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസും ജിംഷി ഖാലിദും ഗോപി സുന്ദറും ചെറുതല്ലാത്ത പ്രതീക്ഷ നൽകുന്ന മറ്റു ഘടകങ്ങളാണ്. ഫെബ്രുവരി 22 എത്തുന്ന തങ്കമണിയാണ് പിന്നീടുള്ള ചിത്രം. കേരള ചരിത്രത്തിൽ കുപ്രസിദ്ധി നേടിയ തങ്കമണി സംഭവത്തെക്കുറിച്ചുള്ള ചിത്രത്തിൽ നായകൻ ദിലീപാണ്. ഒരു ബസ്സുമായി ബന്ധപ്പെട്ട തർക്കം പോലീസ് വെടിവെപ്പിലേക്കും മർദ്ദനങ്ങളിലേക്കും കൂട്ടബലാത്സംഗത്തിലേക്കും വരെ നയിച്ച തങ്കമണി സംഭവം വലിയ രാഷ്ട്രീയ കോലാഹലം കൂടിയാണ് സൃഷ്ടിച്ചത്. ഈ സംഭവത്തെ സിനിമ എങ്ങനെയാണ് സമീപിക്കുക എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.
ഇവ കൂടാതെ ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന രജനീകാന്ത് കാമിയോ വേഷത്തിലെത്തുന്ന ലാൽ സലാം സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രമാണ്. അപ്പോൾ ഫെബ്രുവരിയിൽ ആര് വിജയം കൊയ്യുമെന്ന് കാത്തിരുന്ന് കാണാം.